കുഞ്ഞിച്ചോ മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 8 ആണ്. ഗൈസ്, SLRന്റെ റിലീസ് ടൈം നമ്മൾ ഒന്നുകൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ പോലെ തന്നെ 5 മണിയാക്കി മാറ്റിയിട്ടുണ്ട്. കാര്യം ഈ ടൈമിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്, നിങ്ങളെല്ലാവരും ഫ്രീ ആകുന്നത്. അതുകൊണ്ട് തന്നെ 5 മണിക്കായിരിക്കും ഇനി SLRന്റെ വീഡിയോസ് ഒക്കെ റിലീസ് ആകാൻ പോകുന്നത്. ഈ ടൈം നമ്മൾ എന്തായാലും ഇനി ചേഞ്ച് ചെയ്യുന്നതുമല്ല. അതുപോലെ തന്നെ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഗൈസ്, എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളിപ്പോഴും പലരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതുകൊണ്ട് വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം. നിങ്ങൾ പലരും ഇപ്പോൾ ലൈക്ക് പോലും ചെയ്യാറില്ല. ഗൈസ്, ഈ വീഡിയോയ്ക്ക് ഞാനൊരു 1500 ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് എന്തായാലും നോക്കാം. വെറും 1500 ലൈക്സാണ് ഞാൻ വെക്കുന്ന ടാർഗറ്റ്. എന്തായാലും നമുക്കൊന്ന് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ബെറുവിനെയും ഗ്രേയാണ് കാണിക്കുന്നത്. ഗ്രേ ആയിട്ട് അവിടെയുള്ള ഗോബ്ലിൻസിനൊക്കെ ഹൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ബെറുവും പറയുന്നുണ്ട്, അതുപോലെ തന്നെ നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നീ ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറും. നീ സ്ട്രോങ്ങർ ആയിട്ട് വേണം നീ യങ് മൊണാർച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഗ്രൗൾ ഇനി ഫൈറ്റ് ചെയ്യ്, ഇനി ഹണ്ട് ചെയ്യ്, ഇതുപോലെ തന്നെ പോട്ടെ. ഇതൊക്കെ നമ്മുടെ സുഖം കാണുന്നുണ്ടായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഗ്രേപ്പിലാണ് ഗ്രൗളായിട്ട് മാറിയത്. അത് മാത്രമല്ല അവൻ നന്നായിട്ട് തന്നെ അഡാപ്റ്റ് ആകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് സുഖം ഞെട്ടിപ്പ് അവൻ ബെറുവിനെ വിളിക്കുന്നുണ്ട്. ബെറു, ഗ്രേ ഹണ്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ XP എനിക്കും കിട്ടുന്നുണ്ട്. ഇതുപോലെ നേരത്തെ വല്ലതും ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ സിമിലർ ഇൻസിഡൻ്റ് ഉണ്ട്. ഞങ്ങൾ ഷാഡോ സോൾജേഴ്സ് ഹൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു XP നമ്മുടെ ഷാഡോ മൊണാർക്കിനാണ് പോകുന്നത്. സോ ഇത് ചിലപ്പം ഒരു സിസ്റ്റം ആയതുകൊണ്ടായിരിക്കും, ലൈക്ക് ഒരു പാർട്ടി സിസ്റ്റം ആയതുകൊണ്ടായിരിക്കും അല്ലേ. എങ്കിലും എനിക്ക് 50% മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ അതും വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം എനിക്ക് ഓട്ടോമാറ്റിക്കലി XP കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ ചെയ്യാം, ഗ്രേനെ കൊണ്ട് ഇനി ഹണ്ട് ചെയ്യിപ്പിച്ചാൽ പോലെ. ഇത് കഥ ഗ്രേ ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മറ്റൊരു സ്റ്റാറ്റസ് വീണ്ടും കൂടെ വരുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഡെയിലി ക്വസ്റ്റ് ആയിരുന്നു. അത് 100 ഗോബ്ലിൻസിനെ കൊല്ലണം, 10 ഗോബ്ലിൻ കമാൻഡേഴ്സിനെ കൊല്ലണം, ഒരു ഗോബ്ലിൻ സെഞ്ചുറിയനെ കൊല്ലണം. ഇത് കണ്ടാൽ ചോദിക്കുന്നുണ്ട്, ഞാൻ വീണ്ടും ഗോബ്ലിൻസിനെ കൊല്ലണോ? ഇതൊരു ഡെയിലി ക്വസ്റ്റ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് റിവാർഡ്സും കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്നു സിസ്റ്റത്തിന് ഈ ഒരു സ്ഥലം തൻ്റെ ടെറിട്ടറി ആയിട്ട് മാറ്റണം. അതുകൊണ്ടായിരിക്കണം ഇപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ് തരുന്നത്. എന്നാൽ ഇത്രയും വലിയ സ്ഥലത്ത് 100 ഗോബ്ലിൻസ് എന്നൊക്കെ പറയണത് അത് കുറച്ച്. എന്നിട്ട് അവൻ നേരെ ഇൻവെൻറ്ററി തുറന്നിട്ട് അതിൻ്റെ അതൊരു സാധനം എടുക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ഫ്ലൂട്ടായിരുന്നു. അതായത് ഈ ഗോബ്ലിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഗോബ്ലിൻസിനെ സമൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ അവനത് യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുറച്ചധികം ഗോബ്ലിൻസ് അവിടേക്ക് വന്ന് സുഹുനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സുഹു പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. സോ ആ ഒരു സംഭവം താങ്കൾ എടുത്തു വെച്ചായിരുന്നോ? അതെന്തായാലും സ്മാർട്ട് മൂവാണ് കേട്ടോ. അടുത്ത സെക്കൻഡിൽ തന്നെ സുഹു തൻ്റെ ഫുൾ പവർ എടുത്തിട്ട് നേരെ കുറച്ച് പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഓരോ പഞ്ചും കുറേയധികം ഗോബ്ലിൻസ് ചത്തൊടുങ്ങി പോവുകയാണ്. കാര്യം അത്രത്തോളം പവേഴ്സാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഗോബ്ലിൻസൊക്കെ ഇപ്പോൾ ബോറിംഗ് ആയി വന്നിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ ഓൾറെഡി കുറേ വട്ടം കൊന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും അത് യൂസ് ചെയ്ത് വീണ്ടും കുറേ ഗോബ്ലിൻസ് വന്ന് വീണ്ടും യൂസ് ചെയ്ത് വീണ്ടും കുറേ പേര് വന്ന് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊന്നിട്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും പേര് വേണം എങ്കിലേ എനിക്ക് എല്ലാവരും ഒരുമിച്ച് കൊല്ലാനൊരു ഇതുള്ളൂ. എന്നിട്ട് അവൻ എറേസും ചെയ്ത് കുറച്ചധികം ഷാഡോ സോൾജേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ അതുങ്ങളെ എല്ലാം കൊന്നു തള്ളുന്നുണ്ട്. അവസാനം ആ ഒരു ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രേ മടുത്തു. കാര്യം കഴിഞ്ഞ 3 മണിക്കൂർ നിർത്താതെ അവൻ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. റിവാർഡ്സ് ക്ലെയിം ചെയ്യാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ സുഹു ശരിക്കും ഞെട്ടും. അല്ല, എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഇത് കണ്ടോ? ഇതിനകത്ത് 100 ഗോബ്ലിൻസിനെ കൊല്ലാൻ പറഞ്ഞു, പക്ഷേ ഞാൻ 107 കൊന്നപ്പോൾ അത് വീണ്ടും കൂടിയിട്ടുണ്ട്. അതിനർത്ഥം എനിക്ക് ഇനിയും കുറേ പേരെ കൊല്ലാൻ പറ്റുമെന്നാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഹണ്ട് ചെയ്യാൻ തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ ഫുൾ പവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന ഗ്രേക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കാണിക്കുന്നത് ഗ്രേ ചത്തി കിടക്കാനാണ്. അതായത് അവൻ മാക്സിമം അവനെ പുഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ 2 തവണ ആ ഒരു സംഭവം ഫിൽ ചെയ്തിട്ടുണ്ട്. അതായത് 2 തവണ അവൻ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. സുഹോ നല്ല ഹാപ്പി ആയിരുന്നു. കാര്യം അവന് കുറച്ചധികം റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഹിഡൻ ആയിട്ടുള്ള റിവാർഡും കിട്ടി. പക്ഷേ ഗ്രേ ഒട്ടും തന്നെ ഹാപ്പി അല്ലായിരുന്നു. പുള്ളിക്കാരൻ ചത്ത് ചീഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ അവൻ നോക്കാൻ നേരത്ത് ഫസ്റ്റ് സ്റ്റാറ്റസ് റിക്കവറി ആണ് അത് അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവന് കുറച്ച് പോയിന്റ്സും കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടുന്നത്. കാര്യം 2 ഐറ്റംസ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യത്തേത് റാൻഡം ബ്ലെസ്ഡ് ബോക്സും രണ്ടാമത്തേത് റാൻഡം കേഴ്സ്ഡ് ബോക്സും ആയിരുന്നു. ആദ്യത്തെ ബോക്സിൽ നിന്ന് അവന് ആവശ്യമുള്ള കാര്യം രണ്ടാമത്തെ ബോക്സിൽ നിന്ന് അവന് വേണ്ട കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അധികം ചിന്തിക്കാതെ അവനത് ചൂസ് ചെയ്യുന്നുണ്ട്. അവൻ ചൂസ് ചെയ്തത് ആ ഒരു കേഴ്സ്ഡ് റാൻഡം ബോക്സ് ആയിരുന്നു. അത് തുറക്കാൻ നേരത്ത് 2 ഗോംഗ്ലെറ്റ്സ് ആണ് അവന് കിട്ടിയത്. അവൻ നോക്കാൻ നേരത്ത് സംഭവം സീനാണ്. കാര്യം അത് ഓരോ ഡീമനെ റിവോർ ചെയ്ത് കഴിയുന്നിടത്ത് അത് സ്ട്രോങ്ങർ ആവുകയും ചെയ്യും. അവൻ പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ ഷാഡോ സോൾജേഴ്സിനെ ചേഞ്ച് ചെയ്യുമായിരുന്നു, പക്ഷേ ഇതെന്തായാലും നല്ലതാണ്, എനിക്ക് ഇതായിരുന്നു ആവശ്യം. അത് മാത്രമല്ല അത് 30% ഫിസിക്കൽ ഡാമേജും കൂട്ടുന്നുണ്ട്. അതിനർത്ഥം സുഹുവിൻ്റെ ഓരോ പഞ്ചിൻ്റെ സ്ട്രെങ്തും കൂടിയിട്ടുണ്ടെന്നാണ്. അത് മാത്രമല്ല ഞാൻ ഇനി കുറച്ച് ഡീമൻസിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ വെപ്പണും സ്ട്രോങ്ങറായി മാറുമെന്ന് അവന് മനസ്സിലായി. എന്നാൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അവൻ തിരിഞ്ഞ് നമ്മുടെ ഗ്രേനെ നോക്കുന്നുണ്ട്. സംഭവം വരുന്നില്ല, ഗ്രേക്ക് നേരത്തെ അവനോട് റെസ്പെക്റ്റ് ആയിരുന്നു, ഇപ്പോൾ അവനോട് പേടിയാണുള്ളത്. അപ്പോൾ നമ്മുടെ വേറെ പറയുന്നുണ്ട്, മാസ്റ്റർ
സത്യം പറഞ്ഞ് ഇവന് ഇൻഫിനിറ്റ് സ്റ്റാമിനയൊന്നുമില്ല, അവൻ ഷാഡോ സോൾജേഴ്സിനെ പോലെയൊന്നുമില്ല. അയ്യോ സോറിയടാ, നമുക്ക് എന്തായാലും ഇന്നത്തെ കൊണ്ട് ഇവിടെ നിർത്താമെന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ രണ്ടുപേരും ഷാഡോ ഡഞ്ചനിൽ നിന്ന് എക്സിറ്റ് ആകുന്നുണ്ട്. സോ ഇനി എന്തായാലും ഗ്രിം റിപ്പർ ഗിൽഡിനെ പറ്റിയാണെന്ന് നോക്കാൻ ആ സമയത്ത് തന്നെയാണ് അവനൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ അടുത്ത് നോക്കാൻ നേരത്ത് അവൻ്റെ സാറായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാണ്. സിയോളിൻ്റെ സ്റ്റേഷൻ ഫീൽഡ് ഡേഞ്ചർ സോൺ ആണ് കേട്ടോ. അവിടേക്ക് അവൻ പോകുന്നുണ്ട്. ആ സാർ അവനെ കത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, സുഹോ നീ വന്നത് എന്തായാലും നന്നായി, നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്കിന്ന് കളക്ഷൻ ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ടീമെല്ലാം എന്നെ പറ്റിച്ച് ഒരുത്തം പോലും വന്നിടാ. അവന്മാർ എവിടെയെങ്കിലും ചെന്ന് വെള്ളം അടിക്കുമായിരിക്കും, ഇനി കൈ കിട്ടട്ടെ. സുഹോ എന്തായാലും നീ ഇതിട്ടോ. അല്ല ഇതെന്തിനാണ്, ഇതെന്തായാലും നമുക്ക് ആവശ്യം വരും. കാര്യം നമ്മൾ ഇന്ന് അവിടെ മൈൻ ചെയ്യാനല്ല പോകുന്നത്, കാര്യം അവിടുത്തെ കോപ്സൊക്കെ കളക്ട് ചെയ്യാനായിട്ടാണ്. അവരുടെ ശരീരത്തിൽ വളരെ ഹാംഫുൾ ആയുള്ള പോയിസണസ് ആയുള്ള പല പല കാര്യങ്ങളും കാണും. സോ അതൊന്നും നമ്മുടെ ശരീരത്തിൽ മുട്ടി നമുക്കൊരു ആപത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണത്. സോ അതാണല്ലേ സംഭവം. ഈ സമയത്ത് അവിടുത്തെ ആ ഒരു ടീമും വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, എന്നോട് ക്ഷമിക്ക്, ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞവരൊക്കെ വന്നില്ല, എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതെന്ത് കോപ്പാണ്, പൈസ തന്നതും പോലെ ഒരുത്തം വരുന്നുമില്ലെന്നോ, ഇതെന്ത് ഇറസ്പോൺസിബിൾ ആണ്, നിന്നെയൊന്നും കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളത്തില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എങ്ങനെ ലാഗായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒഫീഷ്യലി ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കളക്ടിങ് ടീമിൽ കയറാൻ പറ്റത്തില്ല. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ എന്തായാലും നോക്കിക്കോളാം. സുഹോ ഇവന്മാരെന്താ പറയുക ഇങ്ങനെ പറയുന്നത്, ഞാൻ അവന്മാരുടെ ലീഡർ പോലുമില്ല, എന്നിട്ടും പറയുന്നു നോക്കിയേ. സുഹോ നിന്റെ സമൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ, അത് ഉറപ്പല്ലേ. 8 D റാങ്കേഴ്സ്, 1 C റാങ്കേഴ്സ്, അതിലുപരി അവർക്ക് വലിയ പവർ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് സംശയം എന്നാന്ന് വെച്ചാൽ റാൻഡം കേസ് ബോക്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു ഡീമൻ ഡിവോറിങ് വെപ്പണാണ്. അത് മാത്രമല്ലാതെ ഇതൊരു ഫീൽഡ് ടൈപ്പാണ്, അത് ഗ്രിം റീപ്പർ ഗിൽഡിൻ്റെ. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിരിക്കുമോ? ഈ സമയത്ത് ആ ഒരു ഇതിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ കിടന്ന് കാറുന്നുണ്ട്, അവൻ കത്തുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് 3 മോൺസ്റ്റേഴ്സ് ഒരു മനുഷ്യൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. അവനായിട്ട് കത്തി കഴിഞ്ഞ് താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് എന്തോ ഡേഞ്ചറസ് ആയുള്ള ഒരു കാര്യം നമ്മളെ കത്തിരിപ്പുണ്ടെന്നാണ്. അകത്ത് കയറി ഉടനെ തന്നെ സ്ട്രൈക്ക് ടീം അവന്മാരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ലിസ ടൈപ്പ് മോൺസ്റ്റേഴ്സ് ആയിരുന്നു. കളക്ടിങ് ടീം നിങ്ങൾ 2 പേരുള്ളല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ മാക്സിമം അടുത്ത് നിൽക്കാൻ നോക്ക്. ഇവന്മാർ എന്താണ് ഈ പറയുന്നത്, സ്ട്രൈക്ക് ടീമിൻ്റെ അടുത്ത് നിൽക്കാനോ? ലിസാഡ് മോൺസ്റ്റേഴ്സ്, ഞാൻ ഓർത്തത് ഇവിടെ ചിലപ്പോൾ വല്ല ഡീമൺ ടൈപ്പ് മോൺസ്റ്റേഴ്സ് ഉണ്ടാകുന്നതാണ്. കാര്യം ആ കേഴ്സ്ഡ് റാൻഡം ബോക്സിൽ നിന്ന് എനിക്ക് അതാണല്ലോ കിട്ടിയത്. പക്ഷേ സീനില്ല, ഈ ഹണ്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കാണുന്നുണ്ട്. സുഹോ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു താക്കോലെടുത്ത് അവിടേക്ക് ഷാഡോ ഡഞ്ചൻ ഓപ്പൺ ചെയ്ത് എറേസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ സമൻസിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്തായാലും ഇൻ്റലിജൻസ് കൂടിയുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് 7 പേരെ കമാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പണി തുടങ്ങിക്കോ. അങ്ങനെ അവിടെയൊക്കെ മോൺസ്റ്റേഴ്സിനെ കൊന്നിട്ട് നമ്മുടെ സ്ട്രൈക്ക് ടീം പറയുന്നുണ്ട്, നമുക്കെന്തായാലും ഒരു ബ്രേക്ക് എടുക്കാം. എന്തായാലും അവന്മാർ കളക്ട് ചെയ്ത് വരാൻ നേരത്ത് ഒരു ടൈമാവും. സോ ഇപ്പോൾ ബ്രേക്ക് എടുക്കുന്നതായിരിക്കും കറക്റ്റ് ടൈമെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ആ ഗോബ്ലൻസ് ആണ് അവിടുത്തെ പണി ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ഓടി വരുന്നുണ്ട്. ഇത് നിന്റെ സമയമാണോ? എന്ത് പറ്റി? പെട്ടെന്ന് തന്നെ സൂവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ടിങ് ടീമിലെ മെമ്പർ ആകാൻ താങ്കൾക്ക് പറ്റുമോ? അങ്ങനെയൊന്നുമില്ല, എനിക്കൊരിക്കലും ഇവിടെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. ഞങ്ങൾ നന്നായിട്ട് സാലറി തരാം, ഏറ്റവും ഹയസ്റ്റ് സാലറി തരാം. ക്യാപ്റ്റൻ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ക്യാപ്റ്റൻ നമുക്ക് മറ്റൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു മനുഷ്യൻ്റെ ശവം കിട്ടിയിട്ടുണ്ട്. മനുഷ്യൻ്റെയോ? അങ്ങനെ അവർ പോയി നോക്കുന്നുണ്ട്. ശരിയാണ്, ഇതൊരു മനുഷ്യൻ്റെയാണല്ലോ. പക്ഷേ ഇതെന്താണ് ഇവിടെ കിടക്കുന്നത്? ഇത് കണ്ടിട്ട് ഒരു നോർമൽ പേഴ്സണായിട്ടും തോന്നുന്നുണ്ട്. ഞാനിതൊന്നും കേട്ടിട്ടില്ല. സുഹോ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് അതെ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഇത് മിസ്റ്റ് ബോണാണ്. മിസ്റ്റ് ബോണോ? ഇതാ പുതിയ മോൺസ്റ്റേഴ്സ് അല്ലേ, ബ്ലൂ ഫെയിമിലൊക്കെ ഉള്ള? അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാര്യം ആ ഇൻസിഡൻറ്റ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഞങ്ങൾ മറ്റൊരാളെ കണ്ടുപിടിച്ച്. ക്യാപ്റ്റൻ ഞാനും കണ്ടുപിടിച്ച്, ഇവിടെ കുറേ പേരുണ്ട്. ക്യാപ്റ്റൻ ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നമുക്കിവിടെ നിർത്തിയിട്ട് അസോസിയേഷനിൽ അറിയിച്ചാലോ? ശരിയാണ്, ഇത് വളരെ സ്ട്രേഞ്ച് ആയ ഫിനോമിനയാണ്. ഇത് സാധാ മനുഷ്യരാണ്, ഹണ്ടേഴ്സ് പോലുമല്ല. അതിനർത്ഥം ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ D റാങ്ക് ഉപയോഗിക്കണം, ഒരു C റാങ്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഇതിൽ കന്ന സുഖം ഞെട്ടിപ്പോയി. ഇത്രയും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടും ഇവന്മാർ പുറകേക്ക് പോകുന്നില്ല, മുമ്പോട്ടാണ് പോകുന്നത്. എന്തായാലും ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റനാണ്. സോ ഞാൻ പറയുന്നത് വേണം നിങ്ങൾ അനുസരിക്കാൻ. നമ്മളെന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും മിസ്റ്റ് പോകാൻ കാണാനും ചാൻസ് ഉണ്ട്. നിനക്കെന്തായാലും ഒരു റണ്ണിങ് സ്കില്ലില്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് ഓടിക്കണം, ഇവിടെ നിൽക്കാൻ പോലും പാടില്ല. അങ്ങനെ ഈ സമയത്ത് അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മറ്റൊരു സ്ഥലത്ത് കുറച്ചധികം മനുഷ്യർ കിടന്ന് കത്തുവാണ്. ആ ഒരു ബ്ലൂ ഫ്ലെയിമിൻ്റെ അകത്ത് അവർ ജീവനുണ്ട് കിടന്ന് പെടയുന്നുണ്ട്. ഇതൊക്കെ കുറച്ചധികം മോൺസ്റ്റേഴ്സ് നോക്കി നിൽക്കുന്നുണ്ട്. കാര്യം അവിടെ കുറച്ചധികം മനുഷ്യരുണ്ടായിരുന്നു. പണ്ടാരം ഇതൊന്നും പോരല്ലോ, നമുക്കിനി ഫയർവുഡ് ആവശ്യമാണ്. ഇനി എന്ത് ചെയ്യും? നമുക്ക് എന്തായാലും ഇപ്പോൾ ഹൈനഗിൽ നിന്ന് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. എല്ലാം മര്യാദക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു പ്രശ്നം പറ്റിയത്. എനിക്കറിഞ്ഞുകൂടാ എന്താണ് സംഭവം എന്ന്. പക്ഷേ നമുക്ക് എങ്ങനെ പോയാലും ഫയർവുഡ് ആവശ്യമാണ്. ഇപ്പോൾ ഫയർവുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് തന്നെ കുറയുന്നതായിരിക്കും. പെട്ടെന്ന് ഒരു മോൺസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത് മുകളിൽ കുറച്ച് പേരുണ്ട്, ഹണ്ടേഴ്സ് ആകാനായിരിക്കും ചാൻസ് ഉള്ളത്.
ഞാൻ എന്തായാലും അവിടേക്ക് പോകാം. അവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എന്തായാലും ജീവനോടെ തന്നെ ഞാൻ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു മോൺസ്റ്റർ ഒരു വലിയൊരു സോഡുമായിട്ട് അവന്മാരുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. ഈ സമയത്തായിട്ട് ബാക്കിയുള്ള ഹണ്ടേഴ്സ് അവിടെ ഉണ്ടാകുന്ന മോൺസ്റ്റേഴ്സിനെ വീണ്ടും കൊന്നിട്ടിട്ടുണ്ട്. നല്ലൊരു ദിവസം തന്നെയാണല്ലേ, നമുക്ക് നന്നായിട്ട് തന്നെ ഇന്ന് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശരിയാണ്, മുന്നോട്ട് വന്നത് എന്തായാലും നന്നായി. എന്തായാലും നമുക്കിന്ന് നല്ലൊരു കളക്റ്റിംഗ് ടീമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്താലൊന്ന് ആലോചിക്കുവാണ്. എന്ത് അല്ല, സ്റ്റാർഡസ്റ്റ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. പിന്നെ അല്ലാതെ ഇത് മറ്റു സാധനമല്ല, മാന ആംപ്ലിഫിക്കേഷൻ. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അല്ല, ഇത് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കണോ? ഒളിപ്പിച്ച് വെച്ചൊന്നുമല്ല, ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ പവർ ഒരാഴ്ച മാത്രമേ നിൽക്കത്തുള്ളൂ. ഒരു ലോ റാങ്കർ ആണെങ്കിൽ അവരുടെ അവേക്കണിങ് പവർ ഒന്നായിട്ട് അവൻ കൂട്ടുന്നതായിരിക്കും. എനിക്കിപ്പോൾ എന്തായാലും ആവശ്യത്തിന് മാനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ എത്തുന്നതായിരിക്കും. പക്ഷേ പെട്ടെന്നാണ് അവൻ്റെ പുറകിലേക്ക് ആ ഒരു മോൺസ്റ്റർ വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലത്തില്ല. ഇത് കണ്ട എല്ലാവരും ക്യാപ്റ്റൻ കിടന്ന് കാണുന്നുണ്ടെങ്കിലും അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടില്ല. എന്നാൽ ഇത് കേൾക്കുന്നതാണ് എല്ലാവരും ഞെട്ടിപ്പോയത്. അതൊരു മോൺസ്റ്ററാണ്, അതിനപ്പുറം അത് സംസാരിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടെന്ന ഒരുത്തനെയും കൂടെ അവൻ നോക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എണ്ണാൻ തുടങ്ങും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 10 പേരുണ്ടല്ലേ, കുഴപ്പമില്ല, എന്നാലും 10 പേരെയൊന്നും എനിക്ക് ആവശ്യമില്ല. സ്ട്രോങ്ങസ്റ്റ് ഹണ്ടേഴ്സിനെ ഞാൻ ഇന്നിവിടെ കൊല്ലുന്നതാണെന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നത് അത് മറ്റൊന്നുമല്ലായിരുന്നു, സ്റ്റാർഡസ്റ്റ് ആയിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, മോൺസ്റ്റേഴ്സിനും അത് കഴിക്കാൻ പറ്റുമോ? അവൻ നേരെ കഴിച്ചിട്ട് പറയുന്നുണ്ട്, ബിങ്കോ. അടുത്ത സെക്കൻഡിൽ തന്നെ അവരെല്ലാവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അറ്റാക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ പോരാ, അവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാസക്കാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഫയർവുഡ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു ഹണ്ടറിനെ വലിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണ് സുഹുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് ഒരു പുതിയ റിക്വസ്റ്റ് ആയിരുന്നു. അതായത് സർവീസിനെ റെസ്ക്യൂ ചെയ്യണം. അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ഡീമനാണ് അവരിപ്പോൾ പിടിച്ചിട്ട് പോയിട്ടുള്ളത്. അത് മാത്രമല്ല 7 പേരാണ് ഇപ്പോൾ ജീവനോടെയുള്ളത്. അവർ 7 പേരും റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ റിവാർഡ് കൂടും. 7 പേര് താഴത്തേക്ക് വരാൻ നേരത്ത് ആ റിവാർഡ് കുറയും. അങ്ങനെ സുഹു തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, സോ ഇവിടെ ഒരു ഡീമൻ ഉണ്ടല്ലേ ഗൈസ്. നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കിടിലൻ ഫൈറ്റാണ്. സോ അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.